പൂച്ചകൾ ഉണ്ടാകുന്ന വീട്ടിൽ സന്തോഷമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ നമ്മളെ അതിശയിപ്പിക്കുന്ന കുറെ ഉത്തരങ്ങളാണ് ഗവേഷകർ തരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, പൂച്ചകൾ സത്യമായും അവരുടെ പെറ്റാണ് മനുഷ്യർ എന്നാണല്ലോ കരുതുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു പെറ്റുകൾക്ക്, വളർത്തുമൃഗങ്ങൾക്ക് നാം അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കണം. പക്ഷെ പൂച്ചയ്ക്ക് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം നമ്മളെ അത് ശ്രദ്ധിക്കും. അംഗവിക്ഷേപങ്ങളിലും ബോഡിയിലും സിമെട്രിയിലുമൊക്കെ ഒരുതരം നമ്മളോടുള്ള ശ്രദ്ധ എപ്പോഴും പൂച്ച കൊണ്ടു നടക്കുന്നതുകൊണ്ട് നമുക്കത് കാണുമ്പോൾ സന്തോഷത്തിന്റെ ഹോർമോൺ വരുന്നുണ്ട് എന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. മാത്രമല്ല, വീട്ടിൽ പൂച്ചകൾ ഉണ്ടാകുമ്പോൾ അവരുടെ പേൾ അഥവാ പർറ് അല്ലെങ്കിൽ മുരൾച്ച നമ്മളെ റിലാക്സ് മൂഡിലെത്തിക്കുന്നതിന് നന്നായി സഹായിക്കുന്നുണ്ട്. 25 ഹെർട്സിനും 150 ഹെർട്സിനും മധ്യത്തിലാണ് ഈ പേഴിന്റെ ആവൃത്തി. നമ്മുടെ ബ്ലഡ് പ്രഷർ കുറക്കുന്നതിനും ആൻസൈറ്റി കുറക്കുന്നതിനും നമ്മുടെ ടിഷ്യൂ ഉണങ്ങുന്നതിനും ബോണുകൾ അതിലെ റിപ്പയറുകൾ കേടാക്കുന്നതിനും ഈ സൗണ്ട് തെറാപ്പി സഹായിക്കുന്നു എന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. പൂച്ച തന്റെ യജമാനൻ ബാത്റൂമിലേക്ക് പോകുമ്പോ ഫോളോ ചെയ്യും. ഇതെന്തിനാണ് എന്ന് ചോദിച്ചാൽ, പൂച്ച നാച്ചുറലി ഒരു ക്യൂരിയോസിറ്റി ആനിമലാണ്. ഒരു CBI മോഡൽ ക്യൂരിയസ് അതിന്റെ കൂടപ്പിറപ്പാണ്. മാത്രമല്ല, അൺഡിവൈഡഡ് അറ്റൻഷനും കൂടെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ജീവിയാണ് പൂച്ച. മുറിയാത്ത ഒരുതരം ബോണ്ടിങ് അതിന് വേണം. നമ്മളിൽ നിന്ന് മറഞ്ഞിരിക്കുമ്പോഴും പൂച്ച നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ അത് നമ്മളെ വന്ന് കാണുകയും ചെയ്യും. ബാത്റൂമിലേക്ക് പോകുമ്പോൾ വാതിൽ അടഞ്ഞു കിടക്കുമ്പോൾ വാട്ട്സ് ഹാപ്പനിങ് ബിഹൈൻഡ് ദാറ്റ് ഡോർ എന്നാണ് പൂച്ചയ്ക്ക് അറിയേണ്ടത്. അതുകൊണ്ട് പൂച്ച ഡോറിന് മുമ്പിൽ കാവല് നിൽക്കും. നമ്മൾ ഇറങ്ങിയാൽ മാത്രമേ അത് തിരിച്ചു പോവുകയുള്ളൂ. പലപ്പോഴും നമ്മളെ പൂച്ച ഒരു ആത്മബന്ധമുള്ളതുപോലെ നോക്കും. നമ്മൾ ദേഷ്യം പിടിക്കുമ്പോൾ, ഉള്ളിൽ ആരോടോ ദേഷ്യം പിടിച്ച് മഹാഭാരത യുദ്ധം നടത്തുമ്പോൾ നമ്മുടെ മുഖഭാവങ്ങൾ പൂച്ച ശ്രദ്ധിക്കും. നമ്മൾ കുറച്ചുനേരം കൊണ്ട് ശാന്തമാകുന്നില്ലെങ്കിൽ ഹേയ് വാട്ട് ഹാപ്പൻഡ് എന്ന രീതിയിൽ ഒരു മ്യാവു ശബ്ദമിടും. ഇതൊക്കെ യാദൃശ്ചികമാണ് എന്ന് കരുതിയെങ്കിൽ തെറ്റി. പൂച്ചക്ക് ഇങ്ങനെ മനുഷ്യരോട് ചെയ്യാൻ അറിയാം. ഒരു മൃഗം നമ്മുടെ ദുഃഖത്തിൽ നേരിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഭൂമിയിൽ പൂച്ച മാത്രമാണ്. ഒരു ഗാർഡിയൻ സ്പിരിറ്റിൽ നമ്മുടെ പാരന്റ് ആകാൻ ശേഷിയുള്ള ഏക മൃഗവും പൂച്ച തന്നെ. എങ്ങോട്ട് പോകുന്നു, എന്താണ് വികാരങ്ങൾ, എങ്ങനെ ആരോട് സംസാരിക്കുന്നു എന്നൊക്കെ പൂച്ച വാച്ച് ചെയ്യുന്നുണ്ട്. പൂച്ചകളുടെ ഇൻസ്റ്റിങ്ക്റ്റിൽ കാടൻ സ്വഭാവത്തോടൊപ്പം മനുഷ്യരെ പ്രത്യേകം കെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടെ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ കാരണം. കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ ചിലപ്പോൾ 2-3 വർഷങ്ങളോ നമുക്ക് മാറി നിൽക്കേണ്ടി വന്നാൽ പൂച്ചകൾ നമ്മളെ ഓർത്തിരിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? ഒരു പൂച്ച നമ്മളെ മറക്കാൻ എത്ര സമയമെടുക്കും? അതറിയണമെങ്കിൽ സങ്കീർണവും ഭ്രമിപ്പിക്കുന്നതുമായ അവയുടെ ഓർമ്മകളെക്കുറിച്ച് കുറച്ചറിയേണ്ടതുണ്ട്. പൂച്ചകൾക്ക് ശ്രദ്ധേയമായ ഹ്രസ്വകാല ഓർമ്മയും 10 കൊല്ലമോ അതോ അവയുടെ ജീവകാലം മുഴുവൻ നിലനിൽക്കുന്നതുമായ ദീർഘകാല ഓർമ്മയും ദിനചര്യകളുടെ സമയം ഓർത്തിരിക്കാൻ സഹായിക്കുന്ന എപ്പിസോഡിക് മെമ്മറിയും ജനിതകമായി കിട്ടുന്ന അതിജീവനത്തിനുള്ള പുരാതന ഓർമ്മകളുമുണ്ട്. പൂച്ചകൾക്ക് 16 മണിക്കൂർ വരെയുള്ള ഹ്രസ്വകാല ഓർമ്മകളുണ്ടായിരിക്കും. നമ്മൾ പൂച്ചയെ അതിൻ്റെ വാലിലൊന്ന് ചവിട്ടിയെന്നിരിക്കട്ടെ, പിന്നെ അന്നത്തെ ദിവസം നമ്മൾ അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴൊക്കെ അത് ഓടി മാറും. അതുപോലെയുള്ള പല അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട്.